എന്തായാലും വാഴൂർ സോമൻ പീരുമയുടെ MLA അന്തരിച്ചിരിക്കുന്നു എന്ന ഏറ്റവും ഞെട്ടലുളവാക്കുന്ന നടുക്കമുളവാക്കുന്ന വാർത്തയാണ് ഈ സമയം പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. ഒരുപക്ഷെ MLA ആയിരിക്കുമ്പോൾ തന്നെ മരിക്കുന്ന ഒരു ജനപ്രതിനിധി ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ രണ്ടാമത്തെ ആളായിരിക്കണം. PT തോമസിൻ്റെ മരണവും ഈ സർക്കാരിൻ്റെ കാലത്താണ് സംഭവിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുക്കം പീരുമയുടെ MLA വാഴൂർ സോമൻ്റെ മരണവും ഉണ്ടാകുന്നു. 72-ാം വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം. തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. വേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഷിജോ കുര്യൻ തുടരുന്നുണ്ട്. ഷിജോ, അദ്ദേഹത്തിന് കാര്യമായ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രനും അത് സൂചിപ്പിക്കുകയായിരുന്നു. എന്തെങ്കിലും അസുഖബാധിതനായിരുന്നു ഇവരും അദ്ദേഹത്തിനും അറിയില്ല. ഇപ്പോൾ ആ പരിപാടിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഹൃദയസ്തംഭനമാകാം എന്നുള്ളൊരു സൂചനയുണ്ട്. മരണകാരണം സംബന്ധിച്ച് ഹോസ്പിറ്റൽ അധികൃതർ എന്തെങ്കിലും പറയുന്നുണ്ടോ ഷിജോ? സൈഫു, അതിനെ സംബന്ധിച്ച് എന്താണ് അദ്ദേഹത്തിന്റെ മരണകാരണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ചില ശാരീരിക അസ്വസ്ഥതകൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അതിന് അദ്ദേഹം ഈ അടുത്ത കാലത്തായിട്ട് ചികിത്സ തേടുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ചില ആളുകളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് എത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പല ആളുകളും കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ 72 വയസ്സേ ഉള്ളൂ. 72ാമത്തെ വയസ്സിൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യനുണ്ടാകാവുന്ന തരത്തിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ചില വിവരങ്ങൾ കൂടി ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ MLA ആയിരിക്കെ ഈ സർക്കാരിന്റെ കാലത്ത് മരണപ്പെടുന്ന രണ്ടാമത്തെ ഒരു ജനപ്രതിനിധി കൂടിയാണ് അദ്ദേഹം. നമുക്കറിയാം 2021 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ